പാലക്കാട് ജില്ലയിലും മികച്ച പോളിംഗ് തന്നെയാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് നഗരമേഖലയിൽ ഉൾപ്പെടെ മികച്ച പോളിംഗ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിലെ ശ്രീരാമപാളയം സ്കൂളിലാണ്. ഈ സ്കൂളിൽ 3 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 40, 41, അതുപോലെ തന്നെ 69, അങ്ങനെ 3 ബൂത്തുകളുണ്ട്. ഈ 3 ബൂത്തുകളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ 30% കടന്നു പോളിംഗ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സമയം 11 മണി കഴിയുമ്പോഴേക്കും 30%-ലേറെ പോളിംഗ് ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ ഇവിടെയൊക്കെ 2 ബൂത്തുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത്തവണ 3 ബൂത്തുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് സുഗമമായിട്ട് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ സാധിക്കുന്നു. അതായത് നീണ്ട നിരകൾ അനുഭവപ്പെടുന്നില്ല, എന്നാൽ പോളിംഗ് ശതമാനം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ബൂത്തിൽ കാണാൻ സാധിക്കും. വലിയ തിരക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാമാന്യം തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പ്രതികരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും പാലക്കാട് മികച്ച പോളിംഗ് തന്നെയാണ് അനുഭവപ്പെടുന്നുണ്ട്. വാശിയേറിയ പോരാട്ടമാണ്. നമുക്കറിയാം, കേരളം തന്നെ ഉറ്റുനോക്കുന്ന മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. കാരണം സംസ്ഥാനത്ത് തന്നെ NDA വിജയപ്രതീക്ഷ വയ്ക്കുന്ന നിരവധി മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ട്. അത് പാലക്കാടാണെങ്കിലും മലമ്പുഴയാണെങ്കിലും നെന്മാറയാണെങ്കിലും ഷൊർണൂരാണെങ്കിലും ഒറ്റപ്പാലമാണെങ്കിലും ഒക്കെ സംസ്ഥാനത്ത് തന്നെ NDA അല്ലെങ്കിൽ BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് BJP നിരവധി മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള ശക്തമായ പ്രതീക്ഷയിലാണ്. ആ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ എല്ലാ മുന്നണികളും കാഴ്ചവെച്ചിരുന്നു. വാശിയേറിയ പോരാട്ടമായിരുന്നു. വലിയ പ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, പാലക്കാട്ടുകാർക്ക് ഒരു പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടുണ്ടായിരുന്ന MLA ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങളെ ചതിച്ച് വടകരയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. വടകരയിൽ പോയതിനു ശേഷം പിന്നീട് പാലക്കാട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന പരാതികളും മറ്റുമൊക്കെ നേരിട്ട് രാജിവെക്കേണ്ട, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും MLA സ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് വരെ എത്തിയിട്ട് MLA സ്ഥാനം രാജിവെച്ചില്ല. പക്ഷെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു MLA. അവിടെ തീരുന്നില്ലല്ലോ അരുൺ. അതിനുശേഷം ഇതാ വിശ്വസ്തനും ഗുരുതരമായി തന്നെ ലൈംഗിക ആരോപണത്തിൽ പെട്ടിരിക്കുകയാണ് പ്രക്ഷോഭ്. ഇത് തീരുന്നില്ലല്ലോ കോൺഗ്രസിൽ. അത് മാത്രമല്ല, ഇന്ന് മറ്റൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബോസാണ് ഷാഫി. ഏത് കാര്യത്തിലാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈ സ്ത്രീ വിഷയങ്ങൾ തുടർക്കഥയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ 1, 2, 3 ഒരുപാട് യുവതികളുടെ പരാതികളുണ്ടായി. അതിൽ പോലീസ് കേസെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു. കേസും മറ്റുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പ്രശോഭ് സി വത്സൻ എന്നത് ഷാഫി പറമ്പിലിൻ്റെ മറ്റൊരു ശിഷ്യനാണ്. അതായത് രാഹുൽ ഇടംകൈയാണെങ്കിൽ വലംകൈയാണ് പ്രശോഭ് സി വത്സൻ. അങ്ങനെ ആ പ്രശോഭ് സി വത്സൻ എന്ന കൗൺസിലർക്കെതിരായ പീഡന പരാതി ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നമ്മൾ ജനം TV തന്നെയാണ് പുറം ലോകത്തെ എത്തിച്ചത്. അതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആ കൗൺസിലർക്ക് നേരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ കൗൺസിലറായ പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ്. ഇതുവരെ പിടികൂടിയിട്ടില്ല. കോൺഗ്രസ് വേഗം തങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് കൈയൊഴുകിയെങ്കിലും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്ന നടപടികളോ മറ്റോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രക്ഷോഭ് ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യം. മാത്രമല്ല, ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ഓഡിയോ, അതായത് ഈ പ്രക്ഷോഭ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദ ശകലമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഷാഫി പറമ്പിൽ തൻ്റെ ബോസാണ്. പല ഫ്ലൈറ്റ് യാത്രയും അതുപോലെ തന്നെ മറ്റ് സൗജന്യങ്ങളും ഒക്കെ ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ നടക്കും. മാത്രമല്ല, ഷാഫി വലിയ പൈസയ്ക്ക് ആക്രാന്തമുള്ള ആളാണ്. തന്നോട് അഴിമതി നടത്താൻ പറഞ്ഞു. കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് തന്നോട് ഏതു വിധേനയും ആരെ ചതിച്ചിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് തന്നോട് പറഞ്ഞു. അതിനുവേണ്ടി 1-2 പദ്ധതികൾ തന്നോട് പറഞ്ഞു. പക്ഷേ അതിന് തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ തരത്തിൽ വലിയ ഞെട്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നിറഞ്ഞതായിരുന്നു ആ ഓഡിയോ. ഏതായാലും ആ ഓഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ വലിയ രീതിയിൽ ജനം
വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വശത്ത് സ്ത്രീ വിഷയങ്ങളിൽ നിരന്തരമായിട്ട് കുടുങ്ങുന്ന കോൺഗ്രസ്സുകാർ, മറുവശത്താണെങ്കിൽ പലതരത്തിലുള്ള ഈ ഒരു അഴിമതിയും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ നടത്തുന്ന ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ഇത്തവണ തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ NDA ക്യാമ്പുകളിലുണ്ട്. ആ പ്രതീക്ഷ തന്നെ നമ്മൾ ഈ പോളിംഗ് ബൂത്തുകളിൽ, അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലൊക്കെ ആ പ്രതീക്ഷ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്രയേറെ പോളിംഗ് ശതമാനം ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയേറെ ഈ ഒരു NDAയുടെ വിജയത്തിന് വേണ്ടി BJP പ്രവർത്തകർ, നാട്ടുകാർ, ജനങ്ങളൊക്കെ ഒന്നടങ്കം ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഏതായാലും പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, പാലക്കാട് മുനിസിപ്പാലിറ്റി BJPയുടെ ഉറച്ച കോട്ടകൾ, അവിടെയൊക്കെ പോളിംഗ് ശതമാനം കൂടുന്നുണ്ട് എന്നാണ് അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ മിഥുൻ മുരളി തയ്യാറാണ്. കോട്ടയത്തേക്ക് പോകുന്നതിന് മുമ്പ് പാലക്കാട്ട് ഒരു സാഹചര്യം ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പാലക്കാട്ട് BJP ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെയാണ് കളത്തിലിറക്കിയത്, ശോഭാ സുരേന്ദ്രൻ. കാരണം ശോഭ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10 അധികം ജില്ലാ കമ്മിറ്റികൾ, BJPയുടെ ജില്ലാ കമ്മിറ്റികൾ ശോഭ ചേച്ചി കാൻഡിഡേറ്റ് ആവണം എന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്ലേസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പാലക്കാട്, സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ അവിടെ നാണം കെട്ടൊരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ MLA എന്ന് പറയാൻ പാലക്കാട്ടുകാർക്ക് തന്നെ വലിയ രീതിയിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചെയ്തികൾ ചെയ്ത ഒരാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്താ പറയുന്നത്, ഞങ്ങളിത് അയാളെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അയാൾ ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുകയാണ്, അതിലാർക്കും ഒരു പ്രശ്നമില്ല. എന്നാൽ അവിടെ തീരുന്നുണ്ടോ? ഷാഫിയുടെ രണ്ടാമത്തെ വിശ്വസ്തൻ പ്രശോഭ് വീണ്ടും ഇതേ കുരുക്കിൽപ്പെടും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ശോഭാ സുരേന്ദ്രൻ എന്നല്ലാതെ ഒരു അമ്മയുടെ ഇമേജുള്ള, ഒരു സഹോദരിയുടെ ഇമേജുള്ള, ഒരു മകളായി ഒക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രചരണത്തിലുടനീളം കളം നിറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ വിരളി പൂണ്ടിട്ടാണ് ഇന്നലെ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടല്ലോ. അത് കൃത്യമായി തന്നെ അരുണും പ്രശാന്ത് ശിവനും ജനൻ TV ഒക്കെ അത് നമ്മൾ തെളിവ് സഹിതം തന്നെ പുറത്തു വിടുകയും ചെയ്തു. അതായത് പൈസ കൊടുക്കുന്ന ആള് കോൺഗ്രസിന് നേതാവാ. യെസ്, എന്തായാലും ഇനി നമുക്ക് കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, രാവിലെ മുതൽ കനത്ത പോളിംഗ് തന്നെയാണ് കോട്ടയത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണോ? പാല മണ്ഡലത്തിൽ എങ്ങനെയാണ് പോളിംഗ്? ശക്തമായ പോരാട്ടം തന്നെയാണല്ലോ പാലയിൽ നടക്കുന്നത്. രോഹിണി, 15 ലക്ഷം വോട്ടർമാരാണ് കോട്ടയം ജില്ലയിൽ 9 നിയോജക മണ്ഡലങ്ങളിലായിട്ട് ഉള്ളത്. 1791 പോളിംഗ് ബൂത്തുകളാണ് കോട്ടയത്ത് ഉള്ളത്. മന്ദഗതിയിലാണ് നിലവിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉള്ളത് നെടുങ്കുന്നം സെന്റ് തെരേസ സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ വോട്ടർമാർക്ക് അധികം കാത്തു നിൽക്കാതെ തന്നെ പോൾ ചെയ്യുന്നതിനുള്ള സൗകര്യം, കൂടുതൽ നേരം വരിയിൽ നിൽക്കേണ്ട സാഹചര്യം ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടേക്കാം. ആ ഒരു സാഹചര്യമാണ് രാവിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലായിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും പോളിംഗ് സ്റ്റേഷനുകളിൽ നിലവിൽ ഇതേ രീതിയിൽ തന്നെയാണ് സാഹചര്യം ഉള്ളത്. 15,59,085 വോട്ടർമാരാണ് ജില്ലയിൽ ആകെ ഉള്ളത്. സ്ഥാനാർത്ഥികൾ 60 പേരുണ്ട്. 8,608 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ 1,791 പോളിംഗ് സ്റ്റേഷനുകളിലായി നിയോഗിച്ചിരിക്കുന്നത്. ക്രമസമാധാന പാലത്തിനും സുരക്ഷയ്ക്കുമായി 14 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1,717 സ്പെഷ്യൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ 4,577 പോലീസുകാരെയാണ് വിവിധ സ്റ്റേഷനുകളിലായി നിയോഗിച്ചിരിക്കുന്നത്. നിലവിൽ 9 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പോളിംഗ് ശതമാന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപ്രകാരം വൈക്കത്താണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിരിക്കുന്നത്. 17.35% വൈക്കത്ത് പോൾ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ 16.9%, ഏറ്റുമാനൂരിൽ 16.86%, കടുത്തുരുത്തിയിൽ 14%, കാഞ്ഞിരപ്പള്ളിയിൽ 16%, കോട്ടയത്ത് 17%. എങ്ങനെ 9 മണി വരെയുള്ള ഔദ്യോഗിക കണക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പുറത്തു വരുമ്പോൾ ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ കനത്ത പോളിംഗ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാഞ്ഞിരപ്പള്ളി, പാല മേഖലകളിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകൾ നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മേഖലകളിൽ രാവിലെ ആളുകളുടെ തിരക്ക് നന്നേ കുറവ് തന്നെയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് പോളിംഗ് ചെയ്തിട്ടുണ്ട്. ജോർജ് കുര്യൻ ഏറ്റുമാനൂർ കാണക്കാരി സ്കൂളിൽ രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥിയാണ്. വളരെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി NDA സംബന്ധിച്ചിടത്തോളം. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കാഞ്ഞിരപ്പള്ളിയിലേക്കും കോട്ടയം
കോട്ടയത്തിനും കേരളത്തിനുമൊക്കെ ജോർജ് കുര്യൻ നൽകിയിരിക്കുന്ന പ്രത്യേക പരിഗണന, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, മുതിർന്ന നേതാവ് എന്നുള്ള പരിഗണന, ഒപ്പം എൻ ജയരാജ് MLA-ക്കെതിരെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ആ ജനവിരുദ്ധ വികാരം, 20 വർഷം മണ്ഡലം ഭരിച്ചിട്ടും കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നുമില്ല എന്നുള്ള ഒരു ജനവിരുദ്ധ വികാരം എൻ ജയരാജിനെതിരെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഇന്ത്യക്ക് ഒന്ന് വളരെ വേഗം പാലക്കാട്ടേക്ക് പോവാം. ഇതിൽ അവിടെ അരുണിനൊപ്പം പ്രശാന്ത് ശിവൻ കൂടിയുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് വളരെ വേഗത്തിൽ പോയിട്ട് തിരിച്ചെത്താം. മിഥുനെ, അരുൺ പറയൂ. ശ്യാമ, BJPയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ചേരുകയാണ്. മികച്ച പോളിംഗ് ആണ് എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു തോന്നുന്നു. എന്താണ് പ്രതീക്ഷകൾ? പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. ഇത്തവണ പാലക്കാട്ടെയും മലമ്പുഴയിലും ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇവിടുത്തെ MLA-ക്ക് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിലെ ഇവിടുത്തെ ജനങ്ങൾ പാലക്കാട് MLA ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ചെയ്തികൾക്കെതിരെയുള്ള വിധിയെഴുത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇന്ന് കാലത്ത് പാലക്കാടൻ ജനത എഴുന്നേറ്റ സമയത്ത് കേട്ട ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ളതാണ്. ഇതിനെല്ലാം ഇവരുടെ കോൺഗ്രസിൻ്റെ ഈ ഒരു റാക്കറ്റിൻ്റെ ഒരു ഹെഡ് മാഷായി പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഷാഫിക്കെതിരെ ഗുരുതരമായ വിഷയങ്ങളാണ്. അത് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല. പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള പ്രശോഭ്, അത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി, അവർ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇത് തൻ്റെ ആശാനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതേ പ്രശോഭ് ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇതിൽ നിന്ന് വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അത് BJPയിലൂടെ മാത്രമേ സാധ്യമാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കേരള ജനത ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു പൊതുസമക്ഷം ഞാനൊരു അപ്പീൽ വയ്ക്കുകയാണ്. ഇവിടെ ഒരു മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടന്നാൽ ആ മൊബൈൽ നമ്പറിൽ നിന്ന് പോയിട്ടുള്ള വീഡിയോ കോളിൻ്റെയോ അതിൽ നിന്ന് പോയിട്ടുള്ള മെസ്സേജിൻ്റെയോ വിവരങ്ങളെല്ലാം അന്വേഷിക്കാൻ തയ്യാറായാൽ ഇവിടെ ഷാഫി പറമ്പിൽ വളരെ ധൈര്യത്തോടു കൂടി ഹെഡ് മാഷ് ഇരിക്കുന്നുണ്ട്. 5735 എന്ന് അവസാനിക്കുന്ന 57 അവസാനിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറം ലോകം അറിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നലെ ശോഭ ചേച്ചി പറഞ്ഞതുപോലെ 10-ാം തീയതിക്ക് ശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ BJP എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിനായി ഇവിടുത്തെ സ്ത്രീ പീഡകർക്കോ പെണ്ണുപിടിയന്മാർക്കോ അവർക്ക് കൂട്ടുനിൽക്കുന്ന ഹെഡ്മാഷിനോ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇന്ന് പുറത്ത് വന്നിട്ടുള്ള ജനം TV പുറത്തുവിട്ടിട്ടുള്ള ആ ഓഡിയോയിലുള്ളത് വേറെ ആരെങ്കിലും പറയുന്നതല്ല. പ്രശോഭ് എന്ന് പറയുമ്പോൾ ഒന്ന് കൗൺസിലറാണ്, കോൺഗ്രസ് നേതാവാണ്. ഷാഫി പറമ്പിലിൻ്റെ വലം കൈയാണ്. ഷാഫിയുടെ പാലക്കാട്ടെ ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും അതിൽ വലതുവശത്തോ ഇടതുവശത്തോ പ്രശോഭിനെ കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രശോഭാണ് പറയുന്നത് തന്നെ കൗൺസിലർ എന്ന നിലയ്ക്ക് അഴിമതി നടത്താൻ വേണ്ടി പറഞ്ഞു, ആരെ ചതിച്ചിട്ടാണെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, ചില പദ്ധതികൾ തന്നോട് മുന്നോട്ട് വെച്ചു. ഇതൊക്കെ ശരിക്കും കോൺഗ്രസിൻ്റെ സംസ്കാരം കൃത്യമായിട്ട് വിളിച്ചു തോന്നുന്നതും വളരെ ഗൗരവമായിട്ടുള്ളതും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ? 100%. ഇതിനകത്ത് പ്രശോഭ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ച സമയത്ത് ആദ്യം അനുഗ്രഹം വാങ്ങാനായിട്ട് ചെന്നത് പാലക്കാട് MLA-യുടെ അടുത്താണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്താണ്. ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രമേഷ് പിഷാരടി പാലക്കാട് എത്തിയത് മുതൽ അദ്ദേഹത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പ്രശോഭ്. പ്രശോഭ് ഒളിവിൽ പോയിട്ട് ഇവിടെ ഒരു ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനോ ഒരു ഒരു കിണ്ടി മോഷ്ടിച്ചതിനോ അല്ല, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിൻ്റെ പേരിൽ പ്രശോഭ് ഒളിവിൽ പോയിരിക്കുകയാണ്. നാളിതുവരെയായി പ്രശോഭിനെ എവിടെയാണെന്ന് കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരുടെ തണലിൽ നിൽക്കുന്ന പ്രശോഭ്, ആ പ്രശോഭ് പുറത്തു പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, മറിച്ച് ഇവിടെ ഷാഫി പറമ്പിലിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പ്രശോഭ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്.
ഒരു പെൺകുട്ടിയോട് ഇവിടുത്തെ MP ഒരു കൗൺസിലറോട് അഴിമതി ചെയ്യാൻ നിർബന്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പീഡന കഥകൾ ഒന്നൊന്നായി പുറകിലുണ്ടെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് പല മാധ്യമങ്ങളും ആ വാർത്ത തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഇന്ന് ഈ ഓഡിയോ മറ്റു മാധ്യമങ്ങളൊന്നും കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അല്ല, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇന്നലെ 70 വയസ്സായ ഒരു അമ്മയോട് മാധ്യമങ്ങൾ മാറി 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 വേട്ടയാടുകയായിരുന്നു. നിങ്ങൾക്ക് പൈസ തന്നോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. ആ അമ്മ പറയുന്നു, മരുന്ന് വാങ്ങാൻ എനിക്ക് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടു, ആരും എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടില്ല എന്ന് 70 വയസ്സായ ആ അമ്മ പറയുന്ന സമയത്ത് ചുറ്റും കൂടി നിന്നുകൊണ്ട് മാധ്യമങ്ങൾ ആ അമ്മയെ വേട്ടയാടുകയായിരുന്നു. ഇവിടെ ഇന്ന് ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു പീഡനമുണ്ടായി. നാളിതുവരെയായി ആ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അടുത്ത ശബ്ദരേഖ പുറത്തു വന്നു. എന്നിട്ടും സിംഗിൾ മീഡിയ പേഴ്സൺസ് പോലും ഇതിനെ ഒരു ടേക്കപ്പ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുന്നതിൽ മാധ്യമങ്ങളുടെ അജണ്ട ഇവിടെ വ്യക്തമാവുകയാണ്. പെൺകുട്ടികളോടൊപ്പം നിൽക്കുന്ന മാധ്യമം ഏതാണ് എന്ന്, ഇന്നാട്ടിലെ ഇരകളോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങൾ ഏതാണ് എന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇവിടുത്തെ മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. ഇന്നലെ മുതൽ നടത്തിയ നരേഷൻ, അതിനെ ഇന്നാട്ടിലെ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ, ഇവിടുത്തെ മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും പാലക്കാട് നഗരത്തിലെയും ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്ന കാര്യം യാതൊരുവിധ സംശയമില്ലാത്തതാണ്. ഏതായാലും പാലക്കാട്ടെ വോട്ടർമാർ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഈ തെറ്റായ നറേഷനൊക്കെ മറുപടി നൽകുമെന്നുള്ളതാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. ശ്യാമ.